മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ മകന് കഴിഞ്ഞ LDF സർക്കാർ വഴിവിട്ട നിയമനം നൽകിയതായി പരാതി. 2023 TM അരുണിന് ആലപ്പുഴയിൽ ജില്ലാ വികസന കമ്മീഷണറായി നിയമനം ലഭിച്ചത്. പിന്നീട് കൊല്ലത്തേക്ക് സ്ഥലം മാറ്റവും നൽകി. നിയമനത്തിലും സ്ഥലം മാറ്റത്തിലും അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കോൺഗ്രസ് നേതാവും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഫൈസൽ കുളപ്പാടം പരാതി നൽകിയിരിക്കുന്നു. ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറക്കി. ഒരു ബന്ധുവിനെ നിയമിക്കുന്നതിന് വേണ്ടി മേഴ്സിക്കുട്ടി അമ്മയുടെ മകൻ അരുൺ TM ജൂനിയർ റിസോഴ്സ് പേഴ്സണായിട്ട് ജില്ലാ വികസന കമ്മീഷണർ DDC അവിടെ സഹായിക്കുന്നതിനായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ കരാർ അടിസ്ഥാനത്തിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ടാണ് ഈ ജോലി വർഷങ്ങളായി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിൽ ആദ്യം നിയമനം നൽകുന്നു. അതിനുശേഷം കരാർ അടിസ്ഥാനത്തിൽ നൽകിയ നിയമനം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള വളരെ വിചിത്രകരമായിട്ടുള്ള ആരും ചെയ്യാത്ത ഒരു നടപടി ഒരു ബന്ധുവിനെ നിയമിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ സർക്കാർ നടത്തി മുന്നോട്ട് പോവുകയാണ്. ഈ റിസോഴ്സ് പേഴ്സന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. പൊതുജനങ്ങൾക്കോ ഇവിടുത്തെ ജനങ്ങൾക്കോ യാതൊരു ഗുണവും ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടില്ല. ഇതാണ് സംഭവം. എന്തായാലും TM അരുണിനെ നിയമിച്ചത് ആലപ്പുഴയിലാണ്. AV ജയശങ്കറുണ്ട്. AV ജയശങ്കർ കൊല്ലത്തേക്ക് സ്ഥലം മാറ്റം പോലും നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതാവ് പരാതി നൽകിയതാണ്. പരാതിയിൽ നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ജയശങ്കർ, അർഹതയില്ലാതെയാണോ നിയമനം നൽകിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ LDF സർക്കാരിൻ്റെ കാലത്ത് 2023 ഈ മേഴ്സിക്കുട്ടിയമ്മയുടെ മകനെ ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ ജൂനിയർ റിസർച്ച് പേഴ്സണായിട്ട് നിയമിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലായിരുന്നു നിയമനം. ആ നിയമന ഉത്തരവിൽ തന്നെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അരുണിൻ്റെ നിയമനം, TM അരുണിൻ്റെ നിയമനം കരാർ അടിസ്ഥാനത്തിലാണ്. ജൂനിയർ റിസോഴ്സ് പേഴ്സണായിട്ട് ജില്ലാ വികസന കമ്മീഷനിലാണ് ഇത്തരത്തിലൊരു നിയമനം നൽകുന്നത്. പക്ഷേ ലക്ഷങ്ങൾ ശമ്പളമുള്ള നിയമനമാണ്, കരാർ നിയമനമാണ്. പക്ഷേ ആ നിയമനം നടന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തെ കരാർ അടിസ്ഥാനത്തിൽ കൊല്ലത്തേക്ക് മാറ്റി നിയമിക്കുകയാണ്. ഒരു കരാർ ജീവനക്കാരനെ പൊതുവിൽ സർക്കാർ സംവിധാനം അനുസരിച്ച് ഇത്തരത്തിൽ മാറ്റി നിയമിക്കുക എന്നൊരു രീതി ചട്ടപ്രകാരം ഉണ്ടാകാറില്ല, അങ്ങനെ നടക്കാറില്ല. പക്ഷേ അരുണിൻ്റെ കാര്യത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു? അവിടെയാണ് മേഴ്സിക്കുട്ടിയമ്മ എന്ന് പറയുന്ന CPM മുതിർന്ന നേതാവിൻ്റെ പേരും പങ്കും അല്ലെങ്കിൽ അവരുടെ മകൻ എന്ന ആക്ഷേപമൊക്കെ വരുന്നത്. എന്തായാലും 2023 നടന്ന നിയമനമാണ്. ഇപ്പോഴും അരുൺ ഇതുമായി ബന്ധപ്പെട്ട് ജൂനിയർ റിസോഴ്സ് പേഴ്സണായിട്ട് തുടരുന്നുണ്ട്. ഫൈസൽ കുളപ്പാടം ചോദിച്ച പോലെ എന്താണ് അവിടെ ഈ ജൂനിയർ റിസോഴ്സ് പേഴ്സന്റെ ജോലി എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരമില്ല. എന്തായാലും ഈ വിഷയത്തിൽ നടപടി വേണമെന്നാണ് ഫൈസൽ കുളപ്പാടം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പരാതി പോയിട്ടുണ്ട്. ഫൈസൽ കുളപ്പാടമാണ് പരാതി നൽകിയത്. AV ജയശങ്കറാണ് റിപ്പോർട്ട് ചെയ്തത്.